സോഷ്യൽ ഫോറസ്ട്രി വിഭാഗത്തിന് ഓഫീസ് നിർമ്മിക്കാൻ മരം വെട്ടാനുള്ള നീക്കം തടഞ്ഞ് ഹൈക്കോടതി 59 മരങ്ങൾ വെട്ടാനുള്ള നീക്കമാണ് ഹൈക്കോടതി ചൊവ്വാഴ്ച വരെ തടഞ്ഞുവെച്ചത്. കൊച്ചി മേയർ അധ്യക്ഷനായ ട്രീ കമ്മിറ്റിയാണ് മരം മുറിക്കാൻ അനുമതി നൽകിയിരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നുണ്ട്. രേഷ്മ, ഹൈക്കോടതിയുടെ ഈ ഒരു നിരീക്ഷണത്തെ നമുക്ക് എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, സോഷ്യൽ ഫോറസ്ട്രി വിഭാഗത്തിന് ഓഫീസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് 59 മരങ്ങൾ വെട്ടാനുള്ള നീക്കമാണ് ഹൈക്കോടതി ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത്. ചൊവ്വാഴ്ച വരെയാണ് ഈ മരങ്ങൾ വെട്ടാനുള്ള നീക്കം കോടതി തടഞ്ഞിട്ടുള്ളത്. ഇടപ്പള്ളിയിലെ 96 സെന്റ് സ്ഥലത്ത് നിന്നാണ് 59 മരങ്ങൾ ഈ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസ് നിർമ്മിക്കാനായിട്ട് മുറിച്ചു മാറ്റാനുള്ള ഒരു നീക്കം നടത്തിയത്. മേയർ അധ്യക്ഷനായിട്ടുള്ള ട്രീ കമ്മിറ്റി ഇതിന് അനുമതി നൽകിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് പ്രകൃതി സ്നേഹികളടക്കം ഇതിനെതിരെ രംഗത്ത് വരികയും ഈ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ നഗരഹൃദയത്തിൽ ഒരു പച്ചപ്പ് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അവർക്കാണുള്ളത്. പക്ഷെ ആ പച്ചപ്പ് നിലനിർത്താതെ അത് വെട്ടിമാറ്റാനുള്ള അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു നീക്കം അല്ലെങ്കിൽ നടപടി വലിയ രീതിയിൽ ഗൗരവകരമാണ് എന്നുള്ള ഒരു വാദം മുൻനിർത്തിക്കൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹർജി ഹൈക്കോടതിയിൽ വന്നത്. എന്തായാലും സംഭവത്തിൽ നിലവിൽ കൊച്ചി കോർപ്പറേഷനോടും ഒപ്പം തന്നെ വനം വകുപ്പിനോടും സിംഗിൾ ബെഞ്ച് വിശദീകരണം തേടിയിരിക്കുകയാണ്. താൽക്കാലിക നടപടി എന്നുള്ള രീതിയിലാണ് ചൊവ്വാഴ്ച വരെ ഈ മരം വെട്ടുവാനുള്ള അനുമതി അല്ലെങ്കിൽ ആ നീക്കം ഹൈക്കോടതി തടഞ്ഞിട്ടുള്ളത്. ഈ പച്ചപ്പ് നിറഞ്ഞ ആ പ്രദേശം നിരവധി പക്ഷികളുടെ വിഹാര കേന്ദ്രം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ജൈവ വൈവിധ്യം ഇല്ലാതാക്കാനുള്ള ഒരു നീക്കം എന്നുള്ള രീതിയിൽ ഒരു ആക്ഷേപം കൂടി ഉയർന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും നിലവിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഒരു അഭിഭാഷകൻ നൽകിയ ഹർജിയിലാണ് ഈ 59 മരങ്ങൾ വെട്ടിനീക്കാനുള്ള നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. ചൊവ്വാഴ്ച വരെയാണ് ഇത് തടഞ്ഞിരിക്കുന്നത്. എന്തായാലും കൊച്ചിയിൽ സോഷ്യൽ ഫോറസ്ട്രി വിഭാഗത്തിന് ഓഫീസ് നിർമ്മിക്കാൻ മരം വെട്ടാനുള്ള നീക്കം തടഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി. 59 മരങ്ങൾ വെട്ടാനുള്ള നീക്കമാണ് ഈ വരുന്ന ചൊവ്വാഴ്ച വരെ തടഞ്ഞുവെച്ചത്. കൊച്ചി കോർപ്പറേഷൻ മേയർ അധ്യക്ഷനായ ട്രീ കമ്മിറ്റിയായിരുന്നു നേരത്തെ മരം മുറിക്കാൻ അനുമതി നൽകിയിരുന്നത്. രേഷ്മ ബാബുവാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.